എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ആ പ്രിൻസസിന്റെ നിലവിളി കേട്ട് അവളുടെ രണ്ട് സിസ്റ്റേഴ്സും അകത്തേക്ക് വരാണ്. അവരാണെങ്കിൽ ലൂഫിയെ കണ്ട് ചോദിക്കും, നീ ആരാണ്? നിനക്കെന്താ ഞങ്ങളുടെ കുളിമുറിയിൽ കാര്യം? ലൂഫിക്കാണെങ്കിൽ എന്താ പറയേണ്ടെന്ന് അറിയില്ല. അവനങ്ങനെ വണ്ടറടിച്ച് നിൽക്കും. ഉടനെ ആ പ്രിൻസസ് പറയും, എന്റെ ഡ്രസ്സ് അതിന്റെ ബോഡിയിലേക്ക് ഇട്. അവൻ എന്റെ മുതുകിലുള്ള ആ കാര്യം കണ്ടു. സോ ഇനി ഇവൻ ഇവിടുന്ന് ജീവനോടുകൂടെ പുറത്തു പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് അവൾ അടുത്ത നിമിഷം അവളുടെ ബീം വെച്ച് ഇപ്പൊ ലൂഫി അറ്റാക്ക് ചെയ്യാണ്. ലൂഫിക്കാണെങ്കിൽ അവളുടെ ആ ബീം പവർ അത് കാണുമ്പോൾ ഓർമ്മ വരിക ആ സ്ലോ ബീമാണ്. അവൻ നോ എന്ന് പറഞ്ഞ് നിലവിളിക്കും. അവളാണെങ്കിൽ ആ ബീം അവന്റെ ദേഹത്തേക്ക് അടിച്ചു കൊണ്ടേയിരിക്കും. ലൂഫി അവന്റെ കൈയും കാലും ഒക്കെ കുടഞ്ഞു നോക്കും. അവനിപ്പോ ഒരു കുഴപ്പമില്ല. ആക്ച്വലി അവളുടെ സൗന്ദര്യം അത് ആസ്വദിച്ചാൽ മാത്രമേ ലൂഫിയുടെ ബോഡിയിൽ ആ ഒരു പവർ വർക്കൗട്ട് ആവൂ. പക്ഷെ നമ്മുടെ ചെക്കന് അത്തരത്തിലുള്ള ഫീലിങ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവന്റെ ബോഡിയിൽ ഇപ്പൊ അവളുടെ പവർ വർക്കൗട്ട് ആവില്ല. ആ പ്രിൻസസ് ആണെങ്കിൽ ഇപ്പൊ ഒരു സെക്കൻഡ് ഷോക്കാവും. ഇത്രയും ഭംഗിയുള്ള എന്നെ കണ്ടിട്ട് ഇവൻ എന്റെ സൗന്ദര്യം ആസ്വദിച്ചില്ലേ? സത്യത്തിൽ ഇവൻ ഒരു പയ്യൻ തന്നെയാണോ എന്ന് പറഞ്ഞ് ഇപ്പൊ പ്രിൻസസ് അവനെ കാര്യമായിട്ട് ചെക്ക് ചെയ്യും. അവളുടെ സിസ്റ്റേഴ്സ് ആണെങ്കിൽ പറയും, ഇവൻ ആള് ചില്ലറക്കാരനല്ല. ഇത്രയും സൗന്ദര്യമുള്ള നിന്നെ സത്യം പറഞ്ഞ അവനിപ്പോ ഇൻസൾട്ട് ചെയ്യാണ് ചെയ്തത്. നിന്റെ സൗന്ദര്യത്തില് അവൻ മയങ്ങിയിട്ടില്ല. അതിനർത്ഥം അവൻ മറ്റെന്തോ ലക്ഷ്യമായിട്ടാണ് ഇവിടേക്ക് വന്നതെന്ന് പറയും. അത് കേട്ട് അവള് ഡബിൾ ദേഷ്യത്തില്, അത് കേട്ട് ഡബിൾ കലിപ്പില് അവളാണെങ്കിൽ ഇപ്പൊ ലൂഫിയെ നോക്കാണ്. ഉടനെ ലൂഫി അവൻ ജീവനും കൊണ്ട് 100-110 അവിടുന്ന് പുറത്തേക്ക് ഓടും. ലൂഫി ആണെങ്കിൽ ആ ജനലിൽ നിന്ന് താഴേക്ക് എടുത്തു ചാടും. അവൻ അത്രയും ഹൈറ്റിൽ നിന്ന് താഴേക്ക് ചാടുന്ന കണ്ട പ്രിൻസസും അവളുടെ സിസ്റ്റേഴ്സും അവരൊരു സെക്കൻഡ് ഫ്രീസ് ആയിട്ട് അവനെ തന്നെ നോക്കാണ്. അതിനുശേഷം നിലവിളിച്ചു പറയും, നമ്മുടെ ഐലാൻഡിലേക്ക് ആരോ ഒരാൾ കടന്നു വന്നിട്ടുണ്ട്. ഒരു കാരണവശാലും അവരെ വെറുതെ വിടാൻ പാടില്ല. അവനെ പിടിച്ചേ പറ്റൂന്ന് പറഞ്ഞ് അവൾ ഐലാൻഡിലുള്ള എല്ലാവർക്കും ഇപ്പൊ ഇൻഫർമേഷൻ പാസ് ചെയ്യാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ ലൂഫിയെ കാണിക്കും. ലൂഫിക്കാണെങ്കിൽ ആ ഒരു വീഴ്ചയില് നടുവിന് ചെറിയ പരിക്കൊക്കെ പറ്റി. അവൻ നടുവിൽ കൈയൊക്കെ വെച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എഴുന്നേറ്റ് വരുമ്പോഴായിരിക്കും ആ കുജ പെണ്ണും അവളുടെ അസിസ്റ്റൻസും അവരെല്ലാവരും ഇപ്പൊ ലൂഫിയെ റൗണ്ട് ചെയ്ത് നിൽക്കുകയാണ്. ലൂഫിക്കാണെങ്കിൽ അവരെ കണ്ട് സന്തോഷാവും. നിങ്ങളല്ലേ കൂജ പൈററ്റ്സ്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ക്യാപ്റ്റനെ എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരുമോ? എനിക്ക് അത്യാവശ്യമായിട്ട് നിങ്ങളുടെ കപ്പലൊന്ന് വേണം. പക്ഷെ ആ ഗേൾസ് ആണെങ്കിൽ ഒന്നും മിണ്ടില്ല. ആ ഒരു വമ്പം കലുപ്പില് ലൂഫിയെ തന്നെ എയിം ചെയ്ത് നിൽക്കും. ലൂഫി വീണ്ടും പ്രതീക്ഷ കൈവിടാതെ അവരോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ അവരവരുടെ അമ്പെടുത്ത് ലൂഫി അച്ചരം പൊച്ചറ അറ്റാക്ക് ചെയ്യാണ്. വേറെ വഴിയില്ലാത്ത ലൂഫി അവൻ ഗം പവർ ഉപയോഗിച്ച് അവിടുന്ന് അങ്ങനെ തെറിച്ച് ദൂരേക്ക് പോവാണ്. ആ ഗേൾസ് ആണെങ്കിൽ ഇത്തരത്തിൽ ആരോ ഒരാള് ഐലാൻഡിലേക്ക് കയറി പറ്റിയിട്ടുള്ള കാര്യം അത് ആ ഗ്രാമം മുഴുവൻ പറഞ്ഞു പരത്തും. ആ കുജ പൈററ്റ്സ് ആണെങ്കിൽ ഐലാൻഡ് മുഴുവൻ കയറി ഇറങ്ങി ലൂഫിക്ക് വേണ്ടി അന്വേഷണം നടത്തിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഗ്രാൻഡ്മ മാത്രം അതൊന്നും മൈൻഡ് പോലും ചെയ്യില്ല. ഞാനിതില് ഇടപെടില്ല. ഈ ഐലാൻഡിന് എന്ത് സംഭവിച്ചാലും എനിക്കതിൽ യാതൊരു ഉത്തരവാദിത്വം ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവർ ന്യൂസ് പേപ്പർ വായിച്ച് ഹായ് ആയിട്ടിരിക്കും. ഇവിടെ ലൂഫി ആണെങ്കിൽ വീണ്ടും ഏറ്റവും ഉയർന്ന ബിൽഡിംഗ് അത് അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ആ കിക്കിയ പെണ്ണും അവളുടെ അസിസ്റ്റൻസും അവരെല്ലാവരും ചേർന്ന് ഇപ്പൊ ലൂഫിയെ കണ്ടു കഴിഞ്ഞു. അവർ വീണ്ടും ലൂഫിയെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മളുടെ ചെക്കൻ അവൻ ഓരോ ബിൽഡിങ്ങുകളുടെ മുകളിലൂടെ ചാടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ലൂഫി ഓടി വന്ന് ആ ഗ്രാൻഡ്മയുടെ പ്ലേറ്റിലുള്ള ചിക്കൻ അതും മോഷ്ടിച്ച് മുൻപോട്ട് കുതിച്ചു പായും. അപ്പോഴായിരിക്കും ആ ഗ്രാൻഡ്മ അവർ ലൂഫിയുടെ ഫേസ് അത് ശ്രദ്ധിക്കുക. കാരണം അവന്റെ ഫേസ് അത് ന്യൂസ് പേപ്പറിലുണ്ട്. 300 മില്യൺ ബൗണ്ടി ബെറീസ് ഉള്ള സാക്ഷാൽ മങ്കി ഡി ലൂഫിയാണ് അതെന്ന് അവർക്ക് മനസ്സിലാവും. അടുത്ത നിമിഷം ആ ഗ്രാൻഡ്മ അവരങ്ങനെ ചാടി വന്ന് ലൂഫിയുടെ നടുവിന് തന്നെ കൈ ചുരുട്ടി ഒരൊറ്റ ഇടി. ആ ഒരു ഇടിയില് ലൂഫി തെറിച്ചടിച്ചു വീഴും. അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ഇപ്പൊ വലിയൊരു ഓഡിറ്റോറിയം കാണിക്കുകയാണ്. അതിനു ചുറ്റും ഒരുപാട് ലേഡീസ്. ഓഡിറ്റോറിയത്തിന് നടുവിലായിട്ട് നമ്മുടെ ലൂഫിയെ ഒരു സ്നേക്കിനെ ഉപയോഗിച്ച് കെട്ടി ലോക്ക് ചെയ്ത് അവിടെ ഇരുത്തിയിരിക്കുകയാണ്. മാർഗ്രറ്റിനാണെങ്കിൽ ലൂഫിയെ ഇഷ്ടമാണ്. സോ അവനെ കൊല്ലാൻ അവൾക്ക് മനസ്സ് വരില്ല. അവൾ ഒരുപാട് വിഷമത്തില് ഇപ്പൊ ലൂഫിയെ തന്നെ നോക്കും. ഉടനെ ആ പ്രിൻസസ് ചോദിക്കും, നീ ആരാണ്? എന്തിനു വേണ്ടിയാണ് നീ ഇവിടേക്ക് വന്നത്? അതിന് ലൂഫി അവൻ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അവളോട് പറയും. പക്ഷെ അവൾക്കാണെങ്കിൽ അതൊന്നും കേട്ട് വിശ്വാസം ആവില്ല. ലൂഫി അവരോട് റിക്വസ്റ്റ് ചെയ്യും, പ്ലീസ് ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് വിശ്വസിക്കണം. ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം. എനിക്ക് ഇവിടുന്ന് തിരികെ പോകണം. അതിന് നിങ്ങളുടെ കപ്പല് അതെനിക്ക് ആവശ്യമാണ്. മാർഗ്രറ്റിന് മാത്രം ലൂഫി പറയുന്ന കാര്യങ്ങൾ അത് സത്യമാണെന്ന് മനസ്സിലാകും. പക്ഷെ ബാക്കി ആരും അവനെ വിശ്വസിക്കില്ല. പക്ഷെ മാർഗ്രറ്റിന് മനസ്സിലാവും അവരെല്ലാവരും ചേർന്ന് ഇപ്പൊ ലൂഫിയെ കൊല്ലാൻ പോവാണെന്ന്. ഉടനെ മാർഗ്രറ്റ് അവൾ ചാടി എഴുന്നേക്കും. പ്രിൻസസ് 1 സെക്കൻഡ്,
എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഇവൻ പറഞ്ഞ കാര്യങ്ങള് അത് മുഴുവൻ സത്യമാണ്. എന്നോടും ഇതേ കാര്യങ്ങൾ പറഞ്ഞാണ് അവൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിച്ചത്. അത് കേട്ട് ചുറ്റും ഉണ്ടായിരുന്ന ലേഡീസ് അവര് വണ്ടറടിക്കും. അവരിപ്പോ എന്തൊക്കെയോ പരസ്പരം പൊറുപിറുക്കാൻ തുടങ്ങും. ഇവിടെ ആ പ്രിൻസസ് അവൾക്ക് മാത്രം യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ അവള് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് അങ്ങനെയിരിക്കും. അതിനുശേഷം ആ പ്രിൻസസ് പറയും, ആക്ച്വലി ഇവനൊരാണാണ്. നമ്മുടെ ഐലാൻഡില് ആണുങ്ങൾ വരാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. ആ നിയമം ലംഘിച്ചാണ് ഇവൻ ഇവിടേക്ക് വന്നത്. സോ ഇവൻ നല്ലവനാണെങ്കിലും ചീത്തയായിട്ടുള്ള ആളാണെങ്കിലും ഐലാൻഡിന്റെ വലിയൊരു നിയമമാണ് ഇവൻ തെറ്റിച്ചത്. സോ ഇവനെ കൊല്ലാതെ വേറെ വഴിയില്ല. അവളത് പറയുമ്പോഴേക്കും മാർഗരറ്റിന്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി ലേഡീസ് അവരും ഇപ്പോ അവളുടെ മുൻപിൽ താണു വണങ്ങും. അവര് പറയും, പ്ലീസ്. മാർഗരറ്റ് മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും ചേർന്നാണ് കാട്ടിൽ നിന്ന് അവനെ ഇവിടേക്ക് കൊണ്ടുവന്നത്. ഞങ്ങൾ കരുതിയത് ഇതൊരു പെൺകുട്ടിയാണെന്നാണ്. ഒരുപാട് കൂണുകളൊക്കെ മുളച്ച് മരിക്കാനായി കിടന്ന ഇവനെ ഇവിടേക്ക് കൊണ്ടുവന്ന് ഞങ്ങൾ രക്ഷിച്ചു. പക്ഷേ എല്ലാം കഴിഞ്ഞ അവസാനമാണ് ഇതൊരു പെൺകുട്ടിയല്ല ആൺകുട്ടിയാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. സോ മാർഗരറ്റ് മാത്രമല്ല ഈ തെറ്റിന് ഉത്തരവാദി ഞങ്ങൾ എല്ലാവരുമാണ്. സോ ശിക്ഷിക്കുകയാണെങ്കിൽ ഞങ്ങളെ എല്ലാവരെയും ശിക്ഷിക്കണം എന്ന് പറഞ്ഞ് അവർ തലകുനിച്ച് നിൽക്കും. അത് കേട്ട് ചുറ്റുമുണ്ടായിരുന്നവരെല്ലാവരും ഇപ്പൊ മാർഗരറ്റിനെ കുറിച്ച് നല്ലത് പറയാൻ തുടങ്ങും. മാർഗരറ്റ് ശരിക്കും നല്ല കുട്ടിയാണ്, അവൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഏറ്റു പറഞ്ഞില്ലേ എന്നൊക്കെ പറയും. അപ്പൊ ലൂഫി അവരും കുറച്ച് സന്തോഷമായി ഇപ്പൊ ശ്വാസമൊക്കെ എടുത്തു വിട്ട് അവരെ നോക്കി പറയും, നിങ്ങൾ ആദ്യം എന്നെ കൊല്ലാൻ വന്നു, ഇപ്പൊ എന്റെ ഇന്നസെൻസ് അത് മനസ്സിലാക്കി എന്നെ വെറുതെ വിടാൻ പോവാണോ? പ്രിൻസസ് ആണെങ്കിൽ അതെല്ലാം കേട്ട് ഒരു സെക്കൻഡ് ഒന്നും മിണ്ടാതിരിക്കും. അതിനുശേഷം പതിയെ എഴുന്നേറ്റ് വരാണ്. മാർഗരറ്റിനാണെങ്കിൽ പ്രിൻസസിനെ കാണുമ്പോൾ തന്നെ പേടിയാവും. കാരണം പ്രിൻസസ് അടുത്തേക്ക് വന്ന ഉറപ്പായിട്ടും അവളെ ശിക്ഷിക്കും. മാർഗരറ്റ് ആണെങ്കിൽ വീണ്ടും അവളുടെ കാലിൽ വീണ് കെഞ്ചും, പ്ലീസ് ദയവ് ചെയ്ത് ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾക്ക് ഒരു തെറ്റ് പറ്റിയതാണ്. ഉടനെ ആ പ്രിൻസസ് അവൾ ക്യാഷ്വലായിട്ട് പറയും, എനിക്ക് നിന്നെ പോലെ സത്യസന്ധരായവരെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ നിന്നോട് ക്ഷമിക്കണം എന്നാണോ നീ ആഗ്രഹിക്കുന്നത്? അതിനവളും പ്രിൻസസിനെ നോക്കി തലയാട്ടി അവരെല്ലാവരും ഇപ്പൊ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ചുറ്റുമുള്ളവർക്കും ഇത് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം അത്ര പെട്ടെന്നൊന്നും പ്രിൻസസ് അവൾ ആരോട് ക്ഷമിക്കാറില്ല. അടുത്ത നിമിഷം ചിരിച്ചുകൊണ്ടിരുന്ന ആ പ്രിൻസസ് അവളുടെ ലവ് ബീം പവർ ഉപയോഗിച്ച് അവരെ 3 പേരെയും കല്ലാക്കി മാറ്റുകയാണ്. കിക്കയൊക്കെ ആണെങ്കിൽ എന്താ പറയണ്ടെന്നറിയില്ല. ആ മണ്ടത്തികള് അവര് മണ്ടത്തരം കാണിച്ചു എന്ന് പറഞ്ഞ് അവൾ തലയ്ക്ക് കൈ കൊടുക്കും. ലൂഫിക്കാണെങ്കിൽ അത് വിശ്വസിക്കാൻ കഴിയില്ല. യു ആർ അൺബിലീവബിൾ, നീ ഇങ്ങനെ ഒരുത്തിയായിരുന്നോ? എന്തിനാ അവരെ 3 പേരെ നീ സ്റ്റോൺ ആക്കിയെന്നൊക്കെ ചോദിച്ച് ലൂഫി ആണെങ്കിൽ ഫുൾ കലിപ്പില് ആ പ്രിൻസസിന് നേരെ നിൽക്കും. പക്ഷെ അവളാണെങ്കിൽ ലൂഫിയെ മൈൻഡ് പോലും ചെയ്യാതെ മുകളിലേക്ക് കയറി പോവും. ലൂഫി വീണ്ടും വീണ്ടും അവളെ വിളിക്കും, ഹേയ് നീ എന്തിനാണ് അവരെ കല്ലാക്കി മാറ്റിയത്? അവരാണ് മരണത്തോട് മല്ലടിച്ച എന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തിയത്. അതിനവള് പറയും, നിന്നെ രക്ഷപ്പെടുത്തിയത് കൊണ്ടാണ് അവർക്കിപ്പോ ഈ ഒരു ശിക്ഷ ഞാൻ കൊടുത്തതെന്ന് പറഞ്ഞ് അവളുടെ സിംഹാസനത്തിലേക്ക് നടന്നെടുക്കും. ലൂഫി വീണ്ടും വീണ്ടും അവളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും, മര്യാദയ്ക്ക് അവരെ പഴയ രീതിയിലാക്ക്, ഇല്ലെങ്കിൽ നീ വിവരം അറിയും. അതിനാ പ്രിൻസസ് അവള് ചിരിച്ച് വാക്കുല അതിനെ അവിടേക്ക് ഇറക്കാൻ പറയും. ചുറ്റും കൂടി നിന്ന സ്ത്രീകള് അവർ ഷോക്കാവും. കാരണം വാക്കുല അവിടേക്ക് വന്ന അത് വലിയ അപകടമാണ്. ലൂഫിയുടെ കാര്യം പോയെന്ന് പറഞ്ഞ് അവർ പരസ്പരം മർമറയും. ഉടനെ ബാക്കുല ആ ബ്ലാക്ക് പാന്തർ അതിപ്പോ ലൂഫിയുടെ തൊട്ട് പിന്നിൽ വന്ന് നിൽക്കുകയാണ്. അതിനെ കാണുമ്പോൾ തന്നെ എല്ലാവരും ശ്വാസം പോലും മുറുക്കി പിടിച്ച് അത് ലൂഫിയെ കടിച്ചു കീറാൻ പോകുന്നത് നോക്കി നിൽക്കും. ഈ ഒരു ആനിമല് അതിന്റെ കയ്യിൽ എന്തെങ്കിലും കിട്ടിയ എല്ലുപോലും ബാക്കി വെക്കാതെ തിന്നു തീർക്കും. അതിനെ കുറെ കാര്യങ്ങളായി പട്ടിണിക്കിട്ട് ഇപ്പോഴാണ് പുറത്തേക്ക് അഴിച്ചുവിടുക. അത് ലൂഫിയുടെ അടുത്തേക്ക് വന്ന് അവനെ നോക്കി കൊതിയൊക്കെ വിട്ട് നാവില് വെള്ളം ഊറി നിൽക്കുകയാണ്. പക്ഷെ ലൂഫി മാത്രം അതിനെ കണ്ട് പതറില്ല. അവൻ വീണ്ടും പറയും, മര്യാദയ്ക്ക് അവരെ പഴയതുപോലെ ആക്ക്. അതിനാ പ്രിൻസസ് നിലവിളിച്ചു പറയും, ബാക്കുല അവൻ ഇപ്പൊ തന്നെ കൊന്നു തള്ളു. അത് ചാടി ഇപ്പൊ ലൂഫിയുടെ തൊട്ടടുത്തേക്ക് വരും. ലൂഫി ആണെങ്കിൽ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യും. അതങ്ങനെ ചാടി ലൂഫിയുടെ ക്ലോസ് എത്തുമ്പോ അവൻ കൈ ചുരുട്ടി ഒരൊറ്റ ഇട്ടി. ആ ഒരു ഇട്ടിയില് ബാക്കുല അങ്ങനെ തെറിച്ചു പോയി അട്ടിച്ചു വീഴുകയാണ്. ആൾക്കാരെല്ലാവരും വണ്ടറടിക്കും. കാരണം അവർ ആദ്യമായിട്ടാണ് ബാക്കുലയെ ഒരാൾ അറ്റാക്ക് ചെയ്യുന്നത് കാണുന്നത്. ലൂഫി ടെൻഷനാവും. നിങ്ങൾ ആരും ഇത് കാണുന്നില്ലേ? നിങ്ങളുടെ കൂടെയുള്ള കോംപ്രൻസ് അവരെയാണ് നിങ്ങളുടെ പ്രിൻസസ് യാതൊരു കാരണവും കൂടാതെ കല്ലാക്കി മാറ്റിയത്. നിങ്ങളതൊക്കെ നോക്കി നിൽക്കുകയാണോ? നിങ്ങളെ തന്നെ പറ്റിച്ച് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്താണ് അവൾ ഇത്രയും കാലവും നിങ്ങളെ ഭരിച്ചിരിക്കുന്നത്. ഇനിയും നിങ്ങൾ അവളുടെ വാക്ക് വിശ്വസിച്ച് ജീവിക്കാൻ പോവാണോ? അതിനാ പ്രിൻസസ് അവള് പറയും, ഇവരെല്ലാവരും എന്നോട് ക്ഷമിക്കും, ഞാൻ പറയുന്നത് മാത്രമേ ഇവർ കേൾക്കൂ. അതിന് കാരണം
ഞാൻ അത്രയും സുന്ദരിയാണ്. ഉടനെ ആ പ്രിൻസസ് ആണെങ്കിൽ ഇപ്പൊ ഒരു ഓസ്കാർ ആക്ടിംഗ് ഒക്കെ വെച്ചു കൊടുക്കും. ഇവൻ എന്നെ ഇൻസൾട്ട് ചെയ്തു. ഇതുവരെ ആരും എന്റെ സൗന്ദര്യത്തില് മയങ്ങാതിരുന്നിട്ടില്ല. എന്നെയും നമ്മുടെ അയലാൻഡിനെയും ഇവൻ അപമാനിച്ചു. അത് കേൾക്കേണ്ട താമസം ആ ഗേൾസ് അവരാണെങ്കിൽ ലൂഫി അറ്റാക്ക് ചെയ്യാൻ വരാണ്. ആ പ്രിൻസസിന്റെ സിസ്റ്റേഴ്സ് അവർ രണ്ടുപേരും ഇപ്പൊ ലൂഫിയുടെ അടുത്തേക്ക് വരും. അതിനുശേഷം വലിയ രണ്ട് പാമ്പായി മാറി ലൂഫിയെ തന്നെ അങ്ങനെ ഫോക്കസ് ചെയ്ത് നിൽക്കും.